ഹൈക്കോടതി വിധിക്ക് പിന്നാലെ CMRL എക്സാലോജി കേസിലെ തുടർ നടപടികളടക്കം ആലോചിക്കാൻ കൊച്ചിയിൽ ചേർന്ന നിർണായക യോഗം അവസാനിച്ചു. ED ഡയറക്ടർ രാഹുൽ നവീന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. രാഗൻ വിവരങ്ങളുമായി ചേർന്നു. രാഗൻ, ഉത്തരവ് വന്നതും ഈ ഉന്നതതല യോഗം ചേർന്നതും ഒരേ ദിവസമാണ്. ഈ യോഗത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിർണായക യോഗം അവസാനിച്ചിരിക്കുന്നു. EDയുടെ ഡയറക്ടർ രാഹുൽ നവീന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഉന്നതതല യോഗമായിരുന്നു. ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇതോടൊപ്പം തന്നെ EDയുടെ പ്രോസിക്യൂട്ടർമാർ, പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലടക്കം യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ള ഗൈഡൻസ് ഡയറക്ടർ നൽകിയെന്നതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുകളുടെ അവലോകനവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും CMRL എക്സാലോജി കേസ്, ഈ കേസിന്റെ അവലോകനം ഡയറക്ടർ നേതൃത്വത്തിൽ നടത്തി എന്നതാണ് വ്യക്തമാകുന്നത്. അതിൽ തൃപ്തികരമായിട്ടുള്ള അന്വേഷണം, ഈ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി. എങ്കിലും തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത്. പഴുതടച്ച അന്വേഷണം വേണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഈ കേസിന് മേൽക്കോടതിയിലേക്ക് പോകാം, അപ്പെക്സ് കോർട്ടിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് പോകാം. അത് CMRL അപ്പീലുമായി പോകും. അപ്പോൾ അവിടെയടക്കം കൂടുതൽ കരുത്തോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ വാദഗതികൾ ഉന്നയിക്കേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ തെളിവ് ശേഖരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. നിലവിൽ ഇതിനോടകം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. റെയ്ഡിലടക്കം നിർണായക തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് ED വ്യക്തമാക്കുന്നത്. അപ്പോൾ കുറെ കൂടി തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകുക എന്നടക്കമുള്ള കാര്യങ്ങൾ ED സ്വീകരിക്കും. മറ്റ് കേസുകളുടെ അവലോകനവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഡയറക്ടർ നേതൃത്വത്തിൽ. എന്തായാലും പ്രോസിക്യൂട്ടർമാർ പുറത്തേക്ക് ഇറങ്ങി, ഉദ്യോഗസ്ഥർ അകത്തുണ്ട്. ഇപ്പോഴും ഡയറക്ടർ അകത്ത് തന്നെ തുടരുകയാണ്. എന്തായാലും നിർണായക യോഗം നടത്തി. ഈ യോഗം നടത്തിയ ദിവസത്തിനും വളരെ പ്രത്യേകതയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു യോഗം. അപ്പോൾ വിപുലമായിട്ടുള്ളൊരു ഈ കേസുകളുമായി ബന്ധപ്പെട്ട് നടത്തി. പ്രത്യേകിച്ചും ഈ CMRL എക്സാലോജി കേസ്, അതോടൊപ്പം തന്നെ ഈ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായ സംഭവം ഉണ്ടായിരുന്നു. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിന്റെ മുന്നിലേക്ക് എത്തി എന്നതാണ് വ്യക്തമാകുന്നത്. നീട്ടുന്നതിന്റെ ഭാഗമായ ആലോചനകൾ ഉണ്ട് എന്ന് നമുക്ക് നേരത്തെ വാർത്തകൾ ലഭ്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? CPM-ന്റെ മുതിർന്ന നേതാക്കൾ അന്ന് ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനം തള്ളിപ്പൊളിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചനയുണ്ട്, അവരുടെ പങ്കിനെ കുറിച്ച് കൂടി അന്വേഷിക്കും ED എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി. സ്വാഭാവികമായിട്ടും ഈ കേസ് ഇപ്പോൾ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അവിടുത്തെ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. പ്രത്യേക SIT അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം EDക്ക് നേരിട്ട് ആ കേസിലേക്ക് ഇടപെടാൻ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കേസിൽ കക്ഷി ചേരാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നതായാണ് ബോധ്യമാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്ര അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ നേതാക്കളിലേക്കടക്കം അന്വേഷണം പോകണമെന്ന ഒരു നിലപാട് EDയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവതാരം നേരത്തെ വ്യക്തമാക്കുകയുമാണ്. എന്തായാലും അതിൽ തുടർന്ന് സ്വീകരിക്കാനിരിക്കുന്ന നിയമ നടപടികൾ, അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങളും EDയുടെ ആലോചനകളിലുണ്ട്. അതിന്റെ ഔട്ട്കം എന്താണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നടക്കം ED ആലോചിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കേസിൽ കക്ഷി ചേരുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാകുക, ഇവരുടെ ജാമ്യാപേക്ഷയിൽ അപ്പീൽ വരുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ അക്കാര്യങ്ങൾക്കടക്കം ED ആലോചിക്കുകയാണ് ഇപ്പോൾ. ശരി, രാഗനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.